നമോ നാരായണായ. സനകാദി മഹർഷിമാരുടെ വൈകുണ്ഠ ദർശനവും ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിവരുടെ ഉദ്ഭവവും വിവരിച്ചുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയത്തിലെ 11ാമത്തെ ദശകത്തിൻ്റെ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത്. 10ാമത്തെ ദശകത്തിൽ ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രജാസൃഷ്ടിയാണ് നമ്മൾ കണ്ടത്. 11ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാഃ സനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുത മന്ദിരേശ. ക്രമേണ സർഗേ പരിവർദ്ധമാനേ, ക്രമത്തിൽ, യഥാക്രമത്തിൽ, സർഗം അതായത് സൃഷ്ടി, യഥാക്രമത്തിൽ അല്ലെങ്കിൽ നടക്കേണ്ട രീതിയിൽ തന്നെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കെ പരിവർദ്ധമാനേ കദാപി ദിവ്യാഃ തേ സനകാദയഃ, ഒരിക്കൽ ദിവ്യന്മാരായിട്ടുള്ള ആ സനകാദി മഹർഷിമാർ. സനകാദികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രന്മാരായിട്ടുള്ള സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ തുടങ്ങിയ മഹർഷിമാരെയാണ്. അല്ലെങ്കിൽ മുനിമാരായിട്ടുള്ള ആ ബാലകന്മാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ മാരുതമന്ദിരേശ ഭവദ്വിലോകായ, അല്ലയോ മാരുതമന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, ഭവദ്വിലോകായ, അങ്ങയെ കാണുവാനായിട്ട് അവർ വികുണ്ഠലോകം പ്രപേദിരേ, വൈകുണ്ഠലോകത്തിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിങ്ങനെയുള്ള 2 അസുരന്മാരുടെ ജന്മങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള സംഭവത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് വിവരിച്ചിട്ടുള്ളത്. സനകാദികളായിട്ടുള്ള മഹർഷിമാർ ഇപ്പോൾ വൈകുണ്ഠലോകത്തിൽ ഭഗവാനെ ദർശിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. 2ാമത്തെ ശ്ലോകം മനോജ്ഞനൈശ്രേയസ കാനനാദ്യൈർ അനേകവാപീമണി മന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാഃ പ്രാപുരതീതകക്ഷ്യാഃ. തേ മുനീശ്വരാഃ, മുനിമാരായിട്ടുള്ള ആ സനകാദി മഹർഷിമാർ അതീതകക്ഷ്യാഃ, എല്ലാ തരത്തിലുമുള്ള വാതിലുകളും ഭേദിച്ച്, അതായത് വൈകുണ്ഠലോകത്തിലെ ആദ്യത്തെ 6 പടികളും കടന്നിട്ട് മനോജ്ഞ നൈശ്രേയസ കാനനാദീഹി, മനം കവരുന്ന നൈശ്രേയസം എന്ന് പേരായ വനം കൊണ്ടും അനേക വാപീമണിമന്ദിരൈച, അനേകം തടാകങ്ങൾ, അതേപോലെ മണിമന്ദിരങ്ങൾ എന്നിവയാലൊക്കെ അനോപമം ഭവതഃ തം നികേതം പ്രാപുഃ, അനോപമമായിട്ടുള്ള, ഉപമിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള അങ്ങയുടെ ആ നികേതത്തെ, അങ്ങയുടെ ആ വാസസ്ഥാനത്തെ പ്രാപുഃ, അവരിതാ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങയെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ള സനകാദി മഹർഷിമാർ വൈകുണ്ഠലോകത്തിലെ ആദ്യത്തെ ആ 6 പടികളും കടന്നിട്ട് അങ്ങയെ ദർശിക്കുവാനായി ഇതാ 7ാമത്തേതായിട്ടുള്ള ആ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. 3ാമത്തെ ശ്ലോകം ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദാമാപകോപ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവത് ദിദൃക്ഷൂൻ, അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണുവാനായിട്ട് ഭവനം വിവിക്ഷൂൻ, അങ്ങയുടെ വാസസ്ഥാനത്ത്, അങ്ങയുടെ ഭവനത്തിൽ എത്തിയിട്ടുള്ളവരായിട്ടുള്ള, അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ തുടങ്ങിയവരായിട്ടുള്ള താൻ, ആ മഹർഷിമാരെ ദ്വാസ്ഥൗ ജയവിജയ അപി അരുന്ധാം. ദ്വാസ്ഥൗ അഥവാ ദ്വാരപാലകരായിട്ടുള്ള അവർ 2 പേർ. ആരൊക്കെയാണ്? വിജയനും വിജയനും. ഈ ജയവിജയന്മാർ തടഞ്ഞു നിർത്തി. അതായത് 6 പടികളും കടന്ന് 7ാമത്തെ വാതിക്കൽ എത്തി നിൽക്കുന്ന ആ സനകാദി മഹർഷിമാരെ ആ വാതിലുകളുടെ ദ്വാരപാലകരായിട്ടുള്ള ജയവിജയന്മാർ തടഞ്ഞു നിർത്തി. തേഷാം ചിത്തേ, ആ മഹർഷിമാരുടെ ചിത്തത്തിൽ
ആ സമയത്ത് കോപഃ പദമാപജ. അങ്ങനെ തടഞ്ഞു നിർത്തിയ സമയത്ത് മുനിശ്രേഷ്ഠരായിട്ടുള്ള ആ ബാലകന്മാരുടെ മനസ്സിൽ കോപം ഉണ്ടായി, ദേഷ്യം ഉണ്ടായി. ഹേ ഭൂമൻ, അല്ലയോ ഭഗവാനെ, സർവം ഭവത്പ്രേരണയാ ഏവ. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അങ്ങയുടെ പ്രേരണ കൊണ്ടു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സനകാദി മഹർഷിമാർ ഈ സമയത്ത് അങ്ങയെ കാണുവാനായി എത്തുന്നതും അവരെ തടഞ്ഞുകൊണ്ട് ജയവിജയന്മാർ നിൽക്കുന്നതും ആ സമയത്ത് നിർമ്മല ഹൃദയരായിട്ടുള്ള ഈ മുനികുമാരന്മാരുടെ ഹൃദയത്തിൽ ഈ ജയവിജയന്മാരോടുള്ള കോപം അങ്കുരിക്കുന്നതുമെല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ലീലകളായി സംഭവിക്കുന്നവയാണ് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. കാരണം ഈ ഒരു സംഭവം തന്നെയാണല്ലോ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിങ്ങനെയുള്ള 2 ജന്മങ്ങളിലേക്ക് ജയവിജയന്മാരെ നയിക്കുന്നതും അതിൻ്റെ ഭാഗമായി ഭഗവാൻ തന്നെ അവതാരം സ്വീകരിച്ച് വരുന്നതും. ഇനി 4-ാമത്തെ ശ്ലോകം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോസ്ത്വിതി നേമതുസ്മാൻ. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ, വൈകുണ്ഠലോകത്തിന് അനുചിതമായിട്ടുള്ള പ്രചേഷ്ടങ്ങളോട് കൂടിയവർ അല്ലെങ്കിൽ പ്രവൃത്തികളോട് കൂടിയവരായിട്ടുള്ള ഈ കഷ്ടൗ യുവാം, കഷ്ടന്മാരായിട്ടുള്ള ഈ 2 പേരെയും, നിങ്ങൾ 2 പേരെയും, ഇവർ അതായത് ജയവിജയന്മാർ എന്നിങ്ങനെയുള്ള ഇവരെ 2 പേരെയും ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ, ദൈത്യഗതിയെ അല്ലെങ്കിൽ അസുരഗതിയെ പ്രാപിക്കട്ടെ ഇവർ എന്ന് സനകാദി മഹർഷിമാർ ശപിച്ചു. ആ സമയത്ത് ഭവദാശ്രയൗ തൗ, അങ്ങ് മാത്രം ആശ്രയമായിട്ടുള്ള തൗ, അവർ 2 പേരും ജയ വിജയന്മാരും നഹ ഹരിസ്മൃതിഹി അസ്തൗ ഇതി താൻ നേമതുഹു, തങ്ങൾക്ക് ഏത് ജന്മമായാലും ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാകണേ എന്ന് അവർ സനകാദി മഹർഷിമാരോട് പ്രാർത്ഥിച്ചു. ഇവിടെ മേൽപ്പത്തൂര് ജയവിജയന്മാരുടെ ഈ ഒരു പ്രവൃത്തിയെ വൈകുണ്ഠലോകത്തിന് അനുചിതമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. വൈകുണ്ഠലോകമെന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള സങ്കടങ്ങളും ഇല്ലാതെയായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ലോകമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന് അനുചിതമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടുത്തെ തന്നെ 2 ദ്വാരപാലകന്മാരാൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയിരിക്കെ ഭഗവാനെ ദർശിക്കുവാനായി വന്നിട്ടുള്ള 2 പേർക്ക് യാതൊരു സങ്കടങ്ങളും ഇല്ലാത്ത ദേശത്ത് പോലും കുണ്ഠിതത്തെ ഉണ്ടാക്കിയതുകൊണ്ടാണ് നിർമ്മല ഹൃദയരായിട്ടുള്ള ആ മുനികുമാരന്മാർക്ക് ഈ 2 ദ്വാരപാലകന്മാരെയും ശപിക്കേണ്ടതായി വരുന്നത്. ആ സമയത്ത് പോലും ശാപത്തിന് ഉള്ള മോക്ഷമാർഗത്തിന് പകരം അവർ സനകാദി മഹർഷിമാരോട് പ്രാർത്ഥിക്കുന്നത് ഏതു തരത്തിലുള്ള ജന്മമായാലും എന്തു തന്നെയായാലും ശാപം, ഏതു തരത്തിലുമുള്ള ശാപമായാലും ഭഗവാന്റെ ദ്വാരപാലകരായിട്ടുള്ള ഞങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാകണം, ഭഗവാനെ മാത്രം ഞങ്ങൾ മറന്നു പോകരുതേ എന്നതാണ് അവർ 2 പേരുടെയും പ്രാർത്ഥന. 5-ാമത്തെ ശ്ലോകം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു ആനന്ദയംസ്ഥാനഭിരാമമൂർത്തിയ. ഹേ അംബുജാക്ഷ, അല്ലയോ താമരകളുടേതുപോലെ ഉള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള ഭഗവാനെ, ഭവാൻ തത് ഏതത് ആജ്ഞായ, ഈ സംഭവങ്ങളെല്ലാം അങ്ങയുടെ വാതിൽപ്പടിയിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ലക്ഷ്മ്യാസഹ, ലക്ഷ്മീദേവിയോടുകൂടി ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുഹു, ഖഗേശ്വരനായിട്ടുള്ള
പക്ഷീന്ദ്രനായിട്ടുള്ള ഗരുഡൻ്റെ ചുമലിൽ ചേർത്ത് വയ്ക്കപ്പെട്ടതായിട്ടുള്ള ചാരുബാഹുഹു, അങ്ങയുടെ 4 കൈകളോട് കൂടിയിട്ടുള്ള രൂപത്തിൽ, അതും എങ്ങനെയാണ്? അഭിരാമമൂർത്തിയ, ഏറ്റവും സുന്ദരമായിട്ടുള്ള രമണീയമായിട്ടുള്ള ആ രൂപത്തിൽ, ബഹിഹി അവാപ്ത താൻ ആനന്ദയൻ, ആ രൂപത്തിൽ അങ്ങ് വെളിയിലേക്ക് വന്നിട്ട് സനകാദി മഹർഷിമാരെ ആനന്ദിപ്പിച്ചു. അതായത് ലോകനാഥനായിട്ടുള്ള ഭഗവാൻ തൻ്റെ മുന്നിൽ, തൻ്റെ വാതിപ്പടിയിൽ നടന്നിട്ടുള്ളതായ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് തൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപത്തിൽ പരിവാര സമേതനായിട്ട് ഈ മഹർഷിമാരെ ദർശിക്കുവാനായി എഴുന്നള്ളിയെത്തി എന്നാണ് പറയുന്നത്. പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാൻ അനന്യ നാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദീ. സ്തുവതഃ, തന്നെ സ്തുതിക്കുന്ന, മുനീന്ദ്രാൻ, ആ മുനിമാരെ അല്ലെങ്കിൽ സനകാദികളായിട്ടുള്ള ആ മഹർഷിമാരെ, ഗീർഭിഹി പ്രസാദ്യ, തൻ്റെ മൃദുവായിട്ടുള്ള ഭാഷണങ്ങൾ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട്, അവരെയും ആനന്ദിപ്പിച്ചിട്ട്, അധ അനന്യനാഥൗ, മറ്റ് ആശ്രയങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള അവർ രണ്ടുപേരെയും, ആ തൗ പാർഷദൗ, അദ്ദേഹത്തിൻ്റെ തന്നെ ഭഗവാന്റെ ആ 2 പാർഷദന്മാരെയും, യുവാം സംരംഭയോഗേന, നിങ്ങൾ രണ്ടുപേരും സംരംഭയോഗത്താൽ, അതായത് കോപം കലർന്ന മനസ്സിൻ്റെ അവസ്ഥയിലും ഉള്ള ഭഗവാന്റെ സ്മരണം എന്ന സംരംഭയോഗം എന്ന അവസ്ഥയിലൂടെ, ത്രിഭിഹി ഭവൈഹി, 3 ജന്മങ്ങൾ കൊണ്ടും, മാം ഉപേതം, എന്നെ പ്രാപിക്കും, ഇതി ആത്തകൃപാം ന്യഗാദി, ഏറ്റവും ഘനീഭവിച്ചതായിട്ടുള്ള വാത്സല്യത്തോടുകൂടി തൻ്റെ പാർഷദന്മാരോട് ഭഗവാൻ അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സനത്കുമാരന്മാരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഈ പാർഷദന്മാരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഏതു തരത്തിലുമുള്ള ജന്മത്തിലേക്ക് നയിക്കുന്നതും ആയിട്ടുള്ള ശാപമായാലും, മനസ്സ് ദുഷിച്ച കോപത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ഉള്ള ഭഗവാന്റെ സ്മരണ, അതിനെയാണ് ഇവിടെ സംരംഭയോഗമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ചിത്ത അവസ്ഥയിലൂടെയാണെങ്കിലും, ആ അവസ്ഥയിലൂടെ 3 ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് അതിയായ വാത്സല്യത്തോടുകൂടി ഭഗവാൻ തൻ്റെ ഭക്തന്മാരോട് അരുളി ചെയ്യുകയാണ് ചെയ്തത്. ത്വദീയ ഭൃത്യാവധ കാശ്യപാക്തൗ സുരാരി വീരാവുദിതൗ ദിതൗ ത്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. അധ തൗ, അതിനുശേഷം ഭഗവാന്റെ ആ 2 ദ്വാരപാലകന്മാരും, കാശ്യപാത് ദിതി ദിതൗ, കശ്യപനിൽ നിന്ന് ദിതിയിൽ, സുരാരിവീര്യൗ ദിതൗ, 2 അസുരന്മാരായി ജന്മമെടുത്തു. സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടവും, സന്ധ്യാസമയത്ത് അരുതാത്തതായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്നും ജന്മമെടുത്തിട്ടുള്ളവരായിട്ടുള്ള ഇവർ 2 പേരും, യമൗച്ച, 2 ഇരട്ടകളായി പിറന്നിട്ടുള്ള അസുരവൃത്തിയോട് കൂടിയിട്ടുള്ള ഇവർ 2 പേരും, ലോകസ്യ അന്യ യമൗ ഇവ, ലോകത്തിന് തന്നെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു. അതായത് ഭഗവാനിൽ നിന്നും മോക്ഷത്തിനുള്ള സാധനവും ഏറ്റുവാങ്ങിയ ശേഷം ഈ 2 ദ്വാരപാലകന്മാരും കശ്യപ പ്രജാപതിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദിതി ദേവിയിലും 2 അസുര പുത്രന്മാരായി ജന്മമെടുത്തു. അവർക്ക് ആ അസുരവൃത്തി കൈവന്നത് തന്നെ അവരുടെ ജന്മം സന്ധ്യാസമയത്ത്
ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള ആ പ്രവൃത്തി കശ്യപ പ്രജാപതിയാലും ദിതിയാലും ചെയ്യപ്പെട്ടത് സന്ധ്യാസമയത്ത് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് പുത്രന്മാരായി ഈ 2 പാർഷദന്മാരും ജനിക്കുമ്പോൾ അവർ 2 പേരും ഈ ലോകത്തിന് തന്നെ അന്തകന്മാരായിട്ടുള്ള രീതിയിലാണ് ജന്മമെടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം വൃഷാന്യരുന്ധാം നിജ വാസനാന്ധൗ. ഏകഃ ഹിരണ്യപൂർവഃ കശിപുഃ കില. ഈ 2 പാർഷദന്മാർ ജന്മമെടുത്തപ്പോൾ അതിൽ ആദ്യത്തെയാള് ഹിരണ്യൻ എന്ന പദപൂർവനായിട്ടുള്ള ഹിരണ്യകശിപുവായിട്ടും അതേപോലെ പരഹ ഹിരണ്യാക്ഷഃ ഇതി രണ്ടാമത്തെയാൾ ഹിരണ്യാക്ഷൻ എന്ന പേരിലും ജന്മമെടുത്തു അത്രേ. ഇതി പ്രതീത എന്ന പേരിൽ ഇവർ 2 പേരും പ്രസിദ്ധരായിട്ട് മാറി. ഉഭൗ നിജ വാസനാന്ധൗ. ഇവർ 2 പേരും അതിനുശേഷം അവരുടെ സ്വയമായിട്ടുള്ള ആ ആസുര വൃത്തിയിൽ അല്ലെങ്കിൽ അസുര സ്വഭാവത്താൽ അസുരവാസനയാൽ അന്ധരായിട്ട് ഋഷാ കോപത്താൽ ഭവന്നാഥം അശേഷലോകം നിരുന്ധാം അങ്ങ് നാഥനായിട്ടുള്ള ഈ ലോകത്തെ ആകമാനം പീഡിപ്പിക്കുവാനായി തുടങ്ങി. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനദൻ ഗദാവാൻ. തയോഹോ ആ 2 അസുരന്മാരിൽ വച്ച് ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷൻ എന്നു പേരായിട്ടുള്ള ആ അസുരൻ രണായ ധാവൻ യുദ്ധത്തിനായി കൊതിച്ചിട്ട് എല്ലായിടത്തും ഓടി നടന്നു. അനവാപ്തവൈരി എന്നാൽ എല്ലായിടത്തും യുദ്ധക്കൊതി പൂണ്ട് ഓടി നടന്നുവെങ്കിലും തനിക്ക് തക്കതായിട്ടുള്ള തനിക്ക് പറ്റിയതായിട്ടുള്ള എതിരാളിയെ കിട്ടാതെ വന്നപ്പോൾ ഭവത്പ്രിയാം ക്ഷ്മാം അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് പ്രിയയായിട്ടുള്ള അങ്ങയുടെ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ ക്ഷ്മ എന്നത് ഭൂമിദേവിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഭൂമിദേവിയെ സലിലേ നിമജ്യ സലിലത്തിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാനായി ശ്രമിച്ചു. എന്നിട്ട് ഗർവാത് നിനദൻ ഗദാവാൻ ചചാര എന്നിട്ട് വളരെ അഹങ്കാരത്തോടുകൂടി ഗദയും ഏറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കുവാനായി തുടങ്ങി. അതായത് തനിക്ക് തക്കതായിട്ടുള്ള തനിക്ക് പറ്റിയതായിട്ടുള്ള എതിരാളിയെ കിട്ടാതെ വന്നപ്പോൾ ഈ ഭൂമിയെ ആകമാനം തന്നെ ജലത്തിലേക്ക് ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് തൻ്റെ കോപം തീർത്തുകൊണ്ട് അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ് ഇവിടെ ഈ അസുരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ ശ്ലോകം. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയസ്ത്വാം ഭക്ത്യേകദൃശ്യ സ കൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേഷ. തതഃ അതിനുശേഷം ജലേശാത് ജലത്തിൻ്റെ അധിപതിയായിട്ടുള്ള വരുണദേവനിൽ നിന്നും ഭവന്തം സദൃശം നിശമ്യ അങ്ങയെപ്പറ്റിയുള്ള വിവരണങ്ങൾ കേട്ടിട്ട് ത്വാം ഗവേഷയൻ അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ബഭ്രമ ആ അസുരൻ ഹിരണ്യാക്ഷൻ വരുണന്റെ അടുത്ത് നിന്നും അങ്ങയുടെ പരാമർശങ്ങൾ കേട്ടിട്ട് അങ്ങ് തന്നെയാണ് ഈ അസുരന് യോജിച്ച എതിരാളി എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാനായി തുടങ്ങി. ഹേ കൃപാനിധേ ഭക്തി ഏകദൃശ്യ അല്ലയോ കരുണാവാരിധിയായിട്ടുള്ള ഭഗവാനെ ഭക്തന്മാർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്നവനെ ത്വം രോഗാന്നിരുന്ധി എൻ്റെ ഈ രോഗത്തെയും നീക്കിത്തരണേ എന്ന് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന.